അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമായിരുന്നു. എനിക്കിന്ന് 2 സ്ഥലത്തായിട്ട് 2 ബ്രൈഡൽ മെഹന്തി അപ്പോയിന്റ്മെന്റ് ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു 6 മണിയോടുകൂടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗുരുവായൂർ വരെ ബസ്സിനാണ് പോയത്. അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ടാണ് ബ്രൈഡിന്റെ വീട്ടിലേക്ക് പോയത്. വീട്ടിൽ നിന്ന് അത്യാവശ്യം നേരത്തെ തന്നെ ഇറങ്ങേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനുള്ള ടൈം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്നിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിൽ ഇട്ടിട്ടാണ് പോകുന്നത്. ഇന്ന് 2 വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയമൊന്നും വേസ്റ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരുന്നു. തെൻസി ഓൾറെഡി ഒരു ഡിസൈൻ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അധികം സമയം കളയാതെ നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ തെൻസിയുടെ കൈ അത്യാവശ്യം സ്വെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണോ ഇപ്പൊ കിട്ടുന്ന എല്ലാ ബ്രൈഡ്സിന്റെ കൈയും ഓൾമോസ്റ്റ് സ്വെറ്റ് ആവുന്നുണ്ടായിരുന്നു. ഇനി അത് ക്ലൈമറ്റിന്റെ ആണോ എന്ന് അറിയില്ല. അങ്ങനെ ഈസി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് പാമിൽ ആള് പറഞ്ഞ ഡിസൈൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് സ്വെറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വൃത്തികേടാവാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറൊരു ഡിസൈനാണ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ തെൻസിയുടെ ബ്രൈഡൽ മെഹന്തി ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് സെക്കൻഡ് ലൊക്കേഷനിലേക്ക് പോയത്. അടുത്ത വർക്ക് വരുന്നത് നമുക്ക് ഇരിഞ്ഞാലക്കൂട് കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ബ്രൈഡും ബ്രൈഡിന്റെ ഫ്രണ്ട്സും ഒക്കെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മുടെ സെക്കൻഡ് ബ്രൈഡിന്റെ പേര് അഞ്ജന എന്നായിരുന്നു. അഞ്ജന ഡോക്ടറാണ്. പിന്നെ അവിടെ കുറേ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രൈഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ജന ഭയങ്കര ക്യൂട്ടായിരുന്നു. അത് മാത്രമല്ല ആള് നല്ല കമ്പനി ആയിരുന്നു. നമ്മൾ ഫുൾ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഞ്ജനയുടെ റിക്വയർമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഗ്രൂമിന്റെ പേരൊന്ന് കയ്യിൽ എഴുതി കൊടുക്കണം എന്നായിരുന്നു. അത് പറഞ്ഞ പോലെ തന്നെ ഞാൻ മലയാളത്തിലാണ് അതിൽ നിന്ന് നെയിം എഴുതി കൊടുത്തത്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് അഞ്ജനയുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നു. പിന്നെ ഇറങ്ങാറായപ്പോൾ അഞ്ജനയുടെ കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൈന്റെ സൈഡിൽ ടീം ബ്രൈഡ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ആകെ മൊത്തം ഒരു കല്യാണ വൈബായിരുന്നു അവിടെ. അങ്ങനെ അഞ്ജനയുടെ ഫ്രണ്ട്സിൽ ഒരാൾ എനിക്ക് മെക്സിക്കോന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും വാങ്ങി അവരോട് ബായൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്രൈഡൽ സെഷൻ ഇവിടെ കഴിയും. അൽഹംദുലില്ലാ നല്ല രീതിക്ക് തന്നെ നമുക്ക് 2 വർക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പൊ ഇതുപോലുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.